നമ്മുടെ ഓർമ്മശക്തി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന 15 ടെക്നിക്കുകളാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ സ്കൂളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിമോണിക്സ് ഉപയോഗിക്കും. ഇതുപോലെ എന്തൊരു കാര്യത്തിന് നമുക്ക് എന്തെങ്കിലും നിമോണിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. നമുക്ക് ഏതൊരു കാര്യവും നമ്മൾ ഇമേജ് രൂപത്തിലാണ് ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരാളെ പേര് ഓർത്ത് വെക്കാൻ ആ ഒരു പേരിനൊരു ഇമേജ് രൂപത്തിലേക്ക് പരിവർത്തിക്കും. ഇപ്പോൾ നിങ്ങൾ കല്യാണി എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ കല്യാണി എന്നുള്ള പേര് ഓർത്ത് വെക്കാൻ എന്ത് ചെയ്യുക? ഒരു കല്ലുമ്മൽ ഒരു ആണി തറയ്ക്കുന്നു, കല്യാണി. ആ ഒരു ചിത്രം ഒന്ന് മൈൻഡിലൊന്ന് ഉല്ലേഖിച്ച് നോക്ക്. ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കല്ലുമ്മൽ ആണി തറയ്ക്കുന്നു, ആ ചിത്രം ഓർക്കുമ്പോൾ കല്യാണി എന്നുള്ള പേര് വരും. ഇപ്പോൾ കലീൽ, എൻ്റെ പേര് പറഞ്ഞു കലീൽ, എല്ലാവർക്കും കിട്ടാത്തൊരു പേരാണ് കലീൽ. എന്താ പറയുക? കല്ലുമ്മൽ ഒരു ഇല്ല്, കലീൽ. കല്ലുമ്മൽ ഒരു ഇല്ലി, കലീൽ. കണ്ടോ? ഒരു ഇമേജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താക്കും, അത് ഓർത്തെടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ ഇനി എന്തെങ്കിലും ആൾക്കാരുടെ പേരൊക്കെ ഓർത്താണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇമേജ് രൂപത്തിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് പല ടീച്ചേഴ്സിനൊക്കെ നമ്മൾ സ്പെഷ്യൽ പേര് വിളിക്കില്ലേ? മനസ്സിലായില്ലേ? അതുപോലെ പിന്നെ ഇൻഫർമേഷൻസിൻ്റെ ഒരു ബണ്ടിൽ കിട്ടുമ്പം അതിനെ ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് തിരിക്കാം. ഇപ്പോൾ ഒരു ടെലിഫോൺ നമ്പർ നമ്മൾ ഓർക്കണക്കിൽ വലിയൊരു 3 എണ്ണം, പിന്നെ ഒരു 3 എണ്ണം, പിന്നെ ഒരു 3 എണ്ണം ആയിട്ട് ഇങ്ങനെ ചങ്ക്സ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് പിന്നീട് ഓർത്തെടുക്കാൻ എളുപ്പം. പിന്നെ ഒരു മെൻ്റൽ മാപ്പിംഗ് വഴി നമുക്ക് ഓർത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾ GPS ഒക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ സാധാരണ തന്നെ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ മറ്റ് മാപ്പുകൾ ഉപയോഗിച്ച് തന്നെ പോകാൻ നോക്കുക. മനസ്സിലായില്ലേ? അത് നമ്മളെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ ചെയ്യാൻ, ദൃശ്യവൽക്കരിച്ച് കാണാം. നിങ്ങളെ വേർഡ്സ്, വാക്കുകളെയൊക്കെ ഒരു പിക്ചർ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതിനെങ്ങനെ ഒരു പാതിരാ സ്വപ്നം പോലെ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുപോകും. അടുത്തതായിട്ട് നമ്മളെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെപ്പോഴും ഇങ്ങനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. നമ്മളെ ലോജിക് ബ്രെയിനിലേക്ക് നമ്മൾ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഇട്ട് കൊടുക്കുക. അതിനെങ്ങനെ സോൾവ് ചെയ്യുക, അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കി. പിന്നെ റീഡ് ആൻഡ് റീകോൾ എന്ന് പറയും. നിങ്ങളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ഒന്ന് കവർ ചെയ്തിട്ട് എന്നിട്ട് അതൊന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. റീഡ് ചെയ്ത കാര്യം ഒന്ന് റീകോൾ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. എന്ത് ചെയ്യാം? നമുക്ക് റൈംസ് പോലെ, ഒരു പാട്ടൊക്കെ പോലത്തെ, അല്ലെങ്കിൽ ഒരു വലിയ മോട്ടിവേഷൻ കോട്ടൊക്കെ പോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ മാറ്റിയിട്ട് നമുക്ക് ഓർക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു കാര്യങ്ങൾ വളരെ ഓർഗനൈസ് ചെയ്ത് വെക്കും. ഓരോ കാര്യത്തിൽ ഇവിടെയാണ്. അപ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കണമെന്നില്ല. ആ ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് മൊബൈലൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അതെന്താ എന്ത് ചെയ്യും? നമ്മളെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ എന്നും ഹെൽത്തി ആയിട്ട് നിലനിർത്തും. പിന്നെ നമ്മളെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒരുപാട് ഭക്ഷ്യവസ്തുക്കളുണ്ട്. ഇപ്പോൾ അവക്കാഡോ, വാൾനട്ട്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അല്ലേ, നട്ട്സ്, സീഡ്സ്, കോക്കനട്ട് ഓയിൽ, ഡാർക്ക് ചോക്ലേറ്റ്, അല്ലേ, ഇതെല്ലാം ഇതുപോലുള്ള പല ഭക്ഷ്യവസ്തുക്കളും നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾ നമ്മുടെ ബ്രെയിനിന് ഏറ്റവും അപായം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ ആരായുക. ഉറക്കം നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം ഏറ്റവും ആവശ്യമാണ്. നന്നായിട്ട് ഉറങ്ങുക. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ രാവിലെ ചില സ്ലീപ്പ് നാപ്പൊക്കെ പാസ്സാക്കിയിട്ട് ഉറക്കം കിട്ടി എന്നുള്ളത് ഉറപ്പാക്കുക. പിന്നെ ആൽക്കഹോൾ കൺസപ്ഷന് ഇതിന് ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ പുകവലി, ഇതും ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന സാധനമാണ്. അത് നന്നായിട്ട് കുറക്കുക. പിന്നെ ബ്ലഡ് പ്രഷർ കൂടി നിന്നാലും അത് നമ്മുടെ ബ്രെയിനിന് അപകടമാണ്. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ബൈ.